ഭദ്രാസന ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട മലപ്പറമ്പിൽ ജോസഫച്ച, രൂപതയുടെ പ്രോട്ടോസിഞ്ചല്ലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, സമുദായ സമ്മേളന പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസർ കൂടിയായിരിക്കുന്ന മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേത്താനത്ത്, മോൺസിഞ്ഞോർ കണിയോടിക്കൽ, പ്രിയപ്പെട്ട പ്രൊൻഷിലമ്മേ, മിസ്റ്റർ രാജി, ശംസണ്ണി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാ കൊറോണ വിചാരിച്ചന്മാരെ, അവിടെ നിന്ന് വന്ന സഹപ്രവർത്തകരായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ കൂടിവരവിൻ്റെ മുഖ്യ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുമെല്ലാം പ്രിയങ്കരനായ ഭദ്രാസന ദേവാലയ വികാരി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. സഭയുടെ ശ്ലൈഹിക സത്യവും സമുദായത്തിൻ്റെ നസ്രാണിത്വവും അല്ലെങ്കിൽ അതിൻ്റെ പൈതൃകവും സമ്മേളിക്കുന്ന ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് പാല കത്തീഡ്രൽ. പാലായുടെ സംസ്കാരം സന്ധ്യാ പ്രാർത്ഥനയുടെ സംസ്കാരമാണെന്ന് ഈ ദേശത്ത് വന്നിട്ടുള്ള നിരവധിയായ ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. പാലായിലെ രാക്കുളി എല്ലാവർക്കും അറിവുള്ളതാണ്. ഏറ്റവും വലിയ ജനസംഖ്യ ഒന്നിപ്പ് കാണുമ്പോൾ അപ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് രാക്കുളി പെരുന്നാളിൻ്റെ ആൾക്കൂട്ടമുണ്ടെന്ന്. ഇന്ന് നമ്മൾ അതിനും അപ്പുറത്തേക്ക്, ആ പഴമൊഴിക്ക് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഈ വലിയ ഓഡിറ്റോറിയവും അതിൻ്റെ പുറത്തുള്ള സ്ഥലവുമെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് നമ്മളുടെ സ്വന്തം സമുദായത്തിൻ്റെ വക്താക്കൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പല കുരുമുളകിൻ്റെ നാടായിരുന്നു. പല ഭരണങ്ങാനം അരുവിത്ര വഴിയുള്ള ഗൂഡല്ലൂർ പാത വഴി തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് ധാരാളം ഗതാഗത സൗകര്യമുണ്ടായിരുന്നു. മീനച്ചിൽ താലൂക്ക് കർഷകരുടെ നാടാണ്. സുറിയാനി ക്രൈസ്തവരുടെ ഈറ്റില്ലമാണ്. ഹൈന്ദവ സഹോദരങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സഞ്ചാരയോഗ്യമായ മീനച്ചിലാറിലൂടെ തോമാസ് ലീഹ യാത്ര ചെയ്തതായി പണ്ഡിതന്മാർ സമർത്ഥിക്കുകയും ആ യാത്രകളിൽ കണ്ടെത്തിയ അരുവിത്തുറ, ചെർപ്പങ്കൽ തുടങ്ങിയ ഈ കത്തീഡ്രൽ തുടങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ചും പുരാതന രേഖകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മീനച്ചിൽ എന്നത് കർത്താക്കന്മാരുടെ പ്രദേശമായിരുന്നു. ഇവിടെ വലിയ രാജഭരണത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും ഇവിടുത്തെ കർഷകരെയും നസ്രാണികളെയും അവരെല്ലാവരും സംരക്ഷിച്ചിരുന്ന പാരമ്പര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഭാഗ്യപ്പെട്ട ഒരു ദേശത്ത് ആയിരിക്കാനും ആ ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കുറേയെല്ലാം മനസ്സിലാക്കാനും സാധിക്കുന്നത് വലിയ കാര്യമാണ്. ഭാഗ്യസ്മരണാർഹനായ വയലിൽ പിതാവിൻ്റെ സ്വന്തം ഇടവക കൂടിയാണിത്. പാലായുടെ പവിത്രമായ മാനങ്ങളെല്ലാം പിതാവ് കാത്ത് സംരക്ഷിച്ചിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ വലിയ പിതാവിൻ്റെ പത്രാഭിഷേകത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയും അതുപോലെ പിതാവിൻ്റെ 100ാം ജന്മദിനവും നമ്മൾ നോക്കിയിരിക്കുകയാണ്. നസ്രാണികളുടെ ഔന്നത്യം ജാതീയമായ ഒരു ഔന്നത്യം മാത്രമല്ലെന്നും അതിൻ്റെ സമ്പത്ത് മറ്റ് മതങ്ങളിലേക്കും വ്യാപിക്കുന്നതാണെന്നും പല ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പള്ളി മൽപ്പാന്മാരുടെ കേന്ദ്രമായിരുന്നു. കട്ടക്കയത്ത് യൂസേഫ് മൽപ്പാൻ ഈ പള്ളിമേടയിലായിരുന്നു മൽപ്പാനേറ്റ് നടത്തിയിരുന്നത്, വൈദിക പരിശീലനം. അങ്ങനെ വളരെയേറെ ശാക്തീകരിക്കപ്പെട്ട ഒരു ദേശമാണ് നമ്മളുടേത്. ഇവിടെ
നിരവധിയായ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കളപ്പുരയ്ക്കൽ അന്ത്രയോസ് മൽപ്പാൻ്റെ സുറിയാനി പ്രസ് നമ്മളുടെ മുകളിലത്തെ പള്ളിമുറ്റത്തായിരുന്നു. പുതിയ പള്ളിയുടെ എല്ലാ സംവിധാനങ്ങളും വയലിൽ പിതാവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഇവിടെ നമ്മുടെ പുതിയ വൈദിക മന്ദിരമുണ്ട്. 40-ലധികം അച്ഛന്മാർ അവിടെ താമസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പള്ളിയിൽ കർദിനാളന്മാരും പാത്രിയാർക്കീസുമാരും നിരവധിയായിട്ട് ഈ നാടുകളിൽ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തത് നമ്മളുടെ നസ്രാണി ക്രൈസ്തവ സമൂഹത്തെ വിലപ്പെടുത്തുന്ന വലിയ കാര്യങ്ങളായിരുന്നു. മീനച്ചിലാറിൻ്റെ തീരങ്ങളിൽ നസ്രാണികൾ 1-ാം നൂറ്റാണ്ട് മുതൽ പാർത്തു പോന്നിരുന്നു എന്നതാണ് പാരമ്പര്യം. അരുവിത്തറ മുതൽ ചെർപ്പങ്കൽ വഴി മീനച്ചിലാറിൻ്റെ അറ്റുചാലിലൂടെ നിരവധിയായ യാത്രകൾ സമുദായ സ്നേഹം മനസ്സിൽ കുറിച്ചിട്ടിരുന്ന ആളുകൾ നടത്തിയിട്ടുണ്ട്. അതിരമ്പുഴ കടവ്, കുറുപ്പന്തറ കടവ്, കടുത്തുരുത്തി കടവ് എല്ലാം ഒന്നിച്ച് കിടക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. പുഞ്ഞാറ് മലനിരകൾ വഴി മീനച്ചിലാറ്റിലേക്കും മൂന്നാർ വഴി പെരിയാറ്റിലേക്കും ചായൽ നിരണം വഴി നീണ്ടുകിടക്കുന്ന ചേരപാണ്ഡ്യ രാജ്യത്തിലേക്കും എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന രാജപാതകൾ ഉണ്ടായിരുന്നു. അത് ശ്ലീഹ ഉപയോഗിച്ചിരുന്നു എന്നതാണ് പരമ്പരാഗതമായ ശാസ്ത്രം ചരിത്രം പറയുന്നത്. കത്തീഡ്രലിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വയലിൽ പിതാവിൻ്റെ സ്ഥലമാണ്, കദളിക്കാട്ടിൽ മത്തായിച്ചൻ്റെ സ്ഥലമാണ്, കട്ടക്കയത്ത് വലിയ ചാണ്ടിച്ചൻ്റെയും കൊച്ചി ചാണ്ടിച്ചൻ്റെയും സ്ഥലമാണ്. ഭരണജ്ഞാനം ആനക്കല്ല് പാരമ്പര്യമാണ്, അൽഫോൻസാമയുടെ ഇടമാണ്. ചെറുപ്പെങ്കിലും മാർസ്ലീവായുടെ സംശുദ്ധമായ ആ ഒരു ചൈതന്യം തിളങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. കടപ്പളാമറ്റം വലിയ ക്രൈസ്തവ നസ്രാണി കേന്ദ്രമാണ്. കുട്ടന്തർ പേലസിൻ്റെ ആത്മീയത അവിടെ നമ്മളെപ്പോഴും ഓർക്കുന്നുണ്ട്. കൊഴുവനാൽ ലോകചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം വൈദികർക്കും സമർപ്പിതർക്കും ജന്മം നൽകിയ സ്ഥലം മറ്റൊന്നും കാണുകയില്ല. പ്രവിറ്റാനം കവുകാട്ട് പിതാവിൻ്റെ സ്ഥലമാണ്. മഹാകവി പ്രവിറ്റാനം ദേവിസ്യായുടെ സ്ഥലമാണ്. കത്തീഡ്രലിൽ നമുക്കേറ്റവും പ്രിയപ്പെട്ട കദളിക്കാട്ടിൽ മത്തായിച്ചൻ്റെയും ഓർമ്മ നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് നിൽപ്പുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മളുടെ ഈ നസ്രാണി സമുദായത്തെ ശക്തീകരിച്ച അടിസ്ഥാന ശിലകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാലക്കാർ ഒന്നും മറന്നു പോകുന്നവരല്ല, എല്ലാം ഓർത്തെടുക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പൗരസ്ത്യ തനിമകൾ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത്. വിതൗട്ട് മെമ്മറി ദർ ഈസ് നോ കൾച്ചർ, വിതൗട്ട് മെമ്മറി ദർ ഈസ് നോ സിവിലൈസേഷൻ, നോ സൊസൈറ്റി ആൻഡ് നോ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള സാംസ്കാരിക ഘടകങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മീനച്ചിൽ താലൂക്കിലെ സുറിയാനി കത്തോലിക്കരുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് നമ്മളുടെ രൂപതയുടെ സ്ഥാപനത്തോടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നീട് അങ്ങോട്ട് പാലായും മീനച്ചിലും വളർന്നത് പാലാ രൂപതയിലൂടെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് അതേപടി എപ്പോഴും ആവർത്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ രാക്കുലി തിരുനാൾ. 1950കളിൽ പല സെൻറ്റ് തോമസ് കോളേജ്, പിന്നീട് അൽഫോൻസ കോളേജ്, നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ്, ഇതെല്ലാം ആയിരക്കണക്കിന് ആളുകളെ ബലപ്പെടുത്തിയ കേന്ദ്രങ്ങളാണ്. ഈ നാടിൻ്റെ നന്മകൾ വരും തലമുറകൾക്ക് പകർന്നു നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നിലയിൽ ഇവയ്ക്ക് മൂന്നിനും വലിയ പ്രാധാന്യമുണ്ട്. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1995 സ്വാശ്രയ മേഖലയിൽ കോളേജ് തുടങ്ങാൻ അവസരം ലഭിച്ചപ്പോൾ ചെർപ്പങ്കൽ പള്ളിയുടെ നേതൃത്വത്തിൽ ഹോളി ക്രോസ് കോളേജും നമ്മൾ ആരംഭിച്ചു. വളരെ വൈകി എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ അനുവാദം ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ 2002 ചുണ്ടച്ചേരിയിൽ കോളേജ് ആരംഭിച്ചു. സർക്കാർ നയങ്ങൾ
കൂടുതൽ അനുകൂലവും പുരോഗമനപരവും ആയിരുന്നെങ്കിൽ കൂടുതൽ വേഗത്തിലും ഉയരത്തിലും നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ സ്ഥാപിച്ച നഴ്സിംഗ് കോളേജും മെഡിസിറ്റിയും എല്ലാം നമ്മളുടെ ഒന്നിച്ചുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു പറഞ്ഞു, ദ പാസ്റ്റ് ബിക്കംസ് ദ പ്രസൻറ്റ് ആൻഡ് ദ പ്രസൻറ്റ് ഫ്ലോസ് ഇൻ ടു ദ ഫ്യൂച്ചർ. കഴിഞ്ഞതിനെ ഇന്ന് ഇവിടെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ വരുംകാലത്തെയാണ്, ഫ്യൂച്ചറിനെയാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത്. ജെറൂസലത്തിന് വേദശാസ്ത്രികൾ പറയാറുണ്ട്, എല്ലാ സഭകളെയും വലിച്ചടിപ്പിക്കുന്ന ഒരു കാന്തിക വലയം പോലെയാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ പാല രൂപതയോട് ബന്ധപ്പെട്ടതും പാലായിലെ ക്രൈസ്തവ സംസ്കാരത്തോട് ബന്ധപ്പെട്ടതുമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ പാലായ്ക്കൊരു പുള്ളിങ് പവറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ ഇതര സഭകളിലെയും വലിയ തലവന്മാരൊക്കെ കൂടെ വരികയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവവിളികളാൽ സമ്പന്നമായ പാലാരൂപത എന്നും ഇതര രൂപതകൾക്കും വലിയ ആവേശമാണ്. അങ്ങനെ നമുക്ക് മീനച്ചിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പള്ളികളിൽ 3 ഭരണജ്ഞാനം, പാലാ, ചെർപ്പങ്കൽ എന്നിവിടെയുണ്ട്. മറ്റ് 3 ഇടവകളെക്കുറിച്ചും നമ്മളിവിടെ സൂചിപ്പിച്ചു. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പൂർത്തീകരിക്കാനാണെന്ന് ഈശോ പറഞ്ഞല്ലോ. 950 വി ദ പീപ്പിൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പരമാധികാര ക്രമത്തിലേക്ക് നാം പ്രവേശിച്ചു. എങ്കിലും പരമ്പരാഗതമായ നിയമങ്ങളോ കീഴ്വഴക്കങ്ങളോ വ്യതിരക്തതകളോ ഒന്നും ഇല്ലാതാക്കിയിട്ടില്ല. അവയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുമില്ല. അങ്ങനെയുള്ള മാമൂലുകളെല്ലാം സംരക്ഷിക്കുന്ന രൂപതയാണ് നമ്മൾ. അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചത്. നമ്മളതിലെല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. ഹോം മിഷൻ, ദേവാലയ ശുശ്രൂഷകളുടെ കണക്കന്മാരുടെ, കമ്പ്യൂട്ടറിസ്റ്റ് എക്സ്പെർട്സിൻ്റെ മീറ്റിംഗ്, DCMS സമുദായ സമ്മേളനം, ലഹരിക്കെതിരെയുള്ള 4 വലിയ സമ്മേളനങ്ങൾ, AKCC സമ്മേളനങ്ങൾ, രാഷ്ട്രീയ അധികാരമില്ലാതെ എങ്ങനെ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കാം എന്നതിൻ്റെ മകുടോദാഹരണമാണ് AKCC. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സമ്മേളനം, തൊഴിലൊന്നുമില്ലാത്തവരുടെ കൂടിവരവ്, കുടുംബ കൂട്ടായ്മ സമ്മേളനങ്ങൾ, ബൈബിൾ അപ്പോസ്റ്റലേറ്റ് സമ്മേളനങ്ങൾ, കുടുംബചരിത്രം എഴുതിയവരുടെ സമ്മേളനം, ഉഹദാന ലിറ്റർജിക്കൽ ക്വിസ്, സുറിയാനി ഭാഷാ പഠന കേന്ദ്രങ്ങൾക്ക് നൽകിയ പ്രാധാന്യം, അതുപോലെ എൽറോയ് യൂത്ത് ഗ്യാതറിങ്, ജൂബിലി വർഷ തിരുപ്പട്ടം, 12 ശമാശന്മാർക്ക് നമ്മുടെ ഭദ്രാസനത്തിൽ വെച്ച് നടത്തിയ തിരുപ്പട്ട ശുശ്രൂഷകൾ, ടൗൺ കുരിശുപള്ളിയുടെ നവീകരണം, നിക്കയാ സുനകദോസിൻ്റെ 1700 വർഷത്തോടനുബന്ധിച്ചുള്ള ശില്പശാല ഇവിടെ നമ്മൾ നടത്തി. അതുപോലെ വൈദിക സമ്മേളനങ്ങൾ, പ്രസ്ബിറ്ററൽ കൗൺസിൽ, പാസ്റ്ററൽ കൗൺസിൽ, സഭയുടെ മേജർ അസംബ്ലി എല്ലാം പാലായിൽ നടത്തി. സോഷ്യൽ സർവീസ് സെക്ടറിൽ വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ഫ്രാൻസിസ് പാപ്പായുടെ അനുസ്മരണം കത്തീഡ്രലിൽ നമ്മൾ പ്രസ്ബിറ്റേറിയത്തോടു കൂടി നടത്തി. കെയർ ഹോംസ് നല്ലതുപോലെ സംരക്ഷിക്കപ്പെടുന്നു. മിഷൻ മീറ്റ് പ്രഗത്ഭമായ രീതിയിൽ നമ്മൾ നടത്തി. മെഡിസിറ്റി സെമിനാറുകൾ കൂടെ നടത്താറുണ്ടായിരുന്നു. ലിഫ് ഗോൾസ് 75 വയസ്സ് പ്രായമുള്ളവരുടെ, രൂപതയുടെ കൂട്ടത്തിൽ പിറന്നവരുടെ സമ്മേളനം നടത്തി. ആശ്രമങ്ങളും ദേറാകളും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. എക്യുമേനിക്കൽ സമ്മേളനങ്ങൾ 13 നമ്മൾ നടത്തി. KCSൽ പ്രവാസി മീറ്റിംഗ്, മൈഗ്രൻസ് ഗ്യാതറിങ്സ്, ഇൻഫാം, സാഹിത്യകാരന്മാരുടെ സമ്മേളനം, ഇത് ചുരുക്കം ചിലത് മാത്രമാണ്. നമ്മൾ ഒരു വർഷക്കാലം രൂപത മുഴുവനും നിറഞ്ഞു നിന്ന ശക്തീകരണ പ്രസ്ഥാനങ്ങളായിരുന്നു എന്നത് നിങ്ങളും ഇവിടെ ഇരിക്കുന്ന പലരും ഇതിലെല്ലാം പങ്കെടുത്തവരാണ്. സമുദായത്തിൻ്റെ വളർച്ച വ്യക്തി, കുടുംബം, കുടുംബങ്ങൾ എന്നിവയെല്ലാം കേന്ദ്രീകരിച്ചുള്ളതാണ്.
കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് നമ്മളുടെ ഈ പൗരാണിക മഹത്വത്തെക്കുറിച്ച് കുറേ കൂടെ ആഴത്തിൽ അറിവുള്ളവരായിരിക്കാം. സഭയുടെ സാമൂഹിക രാഷ്ട്രീയ സംവേദന മുഖമാണ് സമുദായം. സഭ വിശ്വാസപരമായ കാര്യങ്ങൾ, ഡോക്ട്രിൻസ്, ഡോഗ്മായ എല്ലാം പഠിച്ച് അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമുദായം ആ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് പുറത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മളുടെ AKCC ഈ തരത്തിൽ ഒരു നല്ല ഇംപ്രസീവായിട്ടുള്ള മുഖം പരസ്യമായിട്ട് നമ്മളുടെ വിശാല സമൂഹത്തിനും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന, അവരുടെ വ്യക്തിപരവും സാമൂഹികവുമായ സ്വത്വത്തെ രൂപീകരിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളാണ് സമുദായങ്ങളിൽ ഉള്ളത്. ഒരു സമുദായം എന്നത് നൂറ്റാണ്ടുകളായി ബന്ധങ്ങളും താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കിടുന്ന, അവയിൽ ഐക്യപ്പെടുന്ന, തമ്മിൽ വേർപിരിയാനാവാത്ത അടുപ്പമുള്ള ആളുകളാണ്. അതാണ് നമ്മൾ നസ്രാണി സമുദായം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. നമ്മെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ലോകത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഒരു സഭയാണ് നമ്മളുടേത്. ഭാരത നസ്രാണികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം മുഴുവൻ അറിയും. ആ നസ്രാണിത്വം അതിൻ്റെ ഉത്തമാംശങ്ങളോടുകൂടി നമുക്ക് സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. സുറിയാനി സഭയുടെ സമ്മേളനങ്ങൾ ഈ നാളുകളിൽ കൂടുതലായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അതിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മലയപ്പറമ്പിലച്ഛനും സിറിലച്ഛനുമെല്ലാം വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പാലാദൂതിലൂടെ ഈ രൂപതയുടെ വലിയ ഒരു സംവേദന ചരിത്രം തന്നെ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞ കാര്യവും അറിയാം. സുറിയാനിക്കാർ സമുദായബോധം വളർത്തി സർക്കാർ ജോലികളിലുള്ള പങ്കാളിത്തത്തിനു വേണ്ടി വലിയ പരിശ്രമം നടത്തിയവരാണ്. മലയാളി മെമ്മോറിയൽ, പൗരസമത്വ പ്രക്ഷോഭം, നിയമനിർമ്മാണ സഭയിലെ അംഗത്വത്തിനു വേണ്ടിയുള്ള നിവർത്തന പ്രക്ഷോഭം, പൗരാവകാശ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ എല്ലാം, അതിലെല്ലാം AKCCക്ക് വലിയ പങ്കുണ്ട്. ഇന്നും അതുപോലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതും അവർ തന്നെയാണ്. സമുദായ ചരിത്രം നമ്മുടെ ആത്മകഥയാണ്. അതിൻ്റെ അജ്ഞത ആത്മനിഷേധമാണ്. നമ്മളെ തന്നെ പരിഗണനയിലെടുക്കാതെ, നമ്മൾ ആരാണെന്ന് ചിന്തിക്കാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് സമുദായ ബോധ്യവും ഇല്ലാത്തവരായിട്ട് നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന കാര്യം നിരന്തരമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സമ്മേളനങ്ങളായിരുന്നു ഇതെല്ലാം. ഒരേ സമയം ദൈവികവും മാനുഷികവുമായ യാഥാർത്ഥ്യമാണ് സഭ. ദൈവശാസ്ത്രപരമായും സാമൂഹ്യശാസ്ത്രപരമായും സഭയെ കാണാനും പഠിക്കാനും നമുക്ക് സാധിക്കണം. സ്വകാര്യ വ്യക്തികൾക്കും രാഷ്ട്രത്തിനുമിടയിൽ പാലമായി വർത്തിക്കുന്ന മധ്യവർത്തി പ്രസ്ഥാനങ്ങളായ കുടുംബങ്ങൾ, അയൽപക്ക സംഘങ്ങൾ, തൊഴിൽ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയ്ക്കൊപ്പമാണ് സഭകളെ സാമൂഹിക ശാസ്ത്രം പ്രതിഷ്ഠിക്കുന്നത്. സ്വാർത്ഥതയിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും വ്യക്തികളെ വിമോചിപ്പിക്കുന്നതിനാണ് സഭയുടെ ഏറ്റവും വലിയ പാസ്റ്ററൽ ദൗത്യം. സഭ ഒരിക്കലും ഒരു അടഞ്ഞ കൂട്ടായ്മയല്ല. സമുദായം സഭയോട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യവുമാണ്. സഭയും സമുദായവും രണ്ട് കാര്യങ്ങളായിട്ട് നമ്മൾ കരുതരുത്. സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ സഭയുടെ അകക്കാമ്പ് മനസ്സിലാക്കാൻ സമുദായങ്ങൾക്ക് സാധിക്കുന്നത്. മാർത്തോമാ നസ്രാണികൾ ഒരു ജാതിയാണെന്ന്, ഒരു സമുദായമാണെന്ന് തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നത് വാസ്തവത്തിൽ കുറവലങ്ങാടുകാരനായ നിധീകരിക്കൽ മണിക്കത്തനാരാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീയ ഊർജം സമുദായ ശക്തീകരണത്തിൻ്റെ ആത്മാവാണ്. മതവും സമുദായവും
പൊതുക്കാര്യങ്ങളിൽ ഇടപെടേണ്ട, അവർക്ക് രാഷ്ട്രീയം നിഷിദ്ധമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. പലപ്പോഴും നിങ്ങൾ മാറി നിൽക്കൂ എന്ന് അക്കൂട്ടർ പറയുന്നത് അവരുടെ ചേരിയിൽ സമുദായത്തെ ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ്. തങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവർ സ്വീകാര്യരും സെക്യുലറിസ്റ്റുകളുമാണ്, അല്ലാത്തവർ തീവ്രവാദികളും സങ്കുചിത മനസ്ഥിതി ഉള്ളവരുമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. ഇതിലെ കാപട്യം സമുദായ അംഗങ്ങൾ തിരിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യൻ ആത്മാവുള്ള വ്യക്തിയാണ്, എന്നാൽ ശരീരത്തിലാണ് ഈ ആത്മാവ് വസിക്കുന്നത്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ എല്ലാം നൽകുന്ന സന്ദേശം മനുഷ്യനെ സമഗ്രതയിൽ കാണണം എന്നതാണ്. സമുദായം ആത്മീയ ശക്തിയിലും ധാർമ്മിക കരുത്തിലും വളരുമ്പോൾ അവിടെ സഭയാണ് വളരുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് സാമൂഹിക തിന്മകളെ എതിർക്കാനുള്ള ശക്തിയില്ലാതെ പോവുകയാണ്. സ്വയം നവീകരിക്കുന്നതിന് പകരം ആരും സ്വയം വേദപുസ്തകമായി അവതരിപ്പിക്കേണ്ടതുമില്ല. അങ്ങനെയുള്ള ചില അഹങ്കാരത്തിൻ്റെ വഴികളും ഒറ്റപ്പെട്ടതായ രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. സമുദായ ശാക്തീകരണത്തിന് സമുദായ സംഘടനകളുടെ പ്രാധാന്യം KCCയുടെ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. ഒരിക്കലും ഈ സഭയുടെ ആത്മാംശത്തിൽ നിന്ന് മാറി നിൽക്കാതെ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനയാണിത്. അവരുടെ വീക്ഷണങ്ങളും നിലപാടുകളും നമ്മളെ വളർത്തിയിട്ടുണ്ട്, ഈ സഭയ്ക്ക് ശക്തി നൽകിയിട്ടുണ്ട്. നിരവധിയായ അവസരങ്ങളിൽ ലിറ്റർജി വിഷയങ്ങളും നമ്മൾ പൊതുവേദികളിലും വൈദിക സമ്മേളനങ്ങളിലുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു വലിയ ആവേശവും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ആ ഒരു പ്രകൃതവും നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതില്ല. ഏകീകൃത കുർബാന സഭയുടെ പ്രഖ്യാപിത നിലപാടാണ്. നമ്മളൊരു അംശം പോലും ഒരിക്കലും ആ പ്രബോധനത്തിൽ നിന്ന് മാറുന്നവരോ മാറാനായിട്ട് ആരെയും പ്രോത്സാഹിപ്പിക്കുന്നവരോ അല്ല. സ്വത്വം, വർഗം, അധികാരം തുടങ്ങിയവ സംബന്ധിച്ച കാര്യങ്ങളിലാണ് ശക്തീകരണം വേണ്ടത്. വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ആത്മീയവും ഭൗതികവുമായ സമഗ്ര വളർച്ചയാണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങളിൽ കൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ പൊതു വളർച്ചയും പുരോഗതിയും വ്യക്തികളെയും സമുദായങ്ങളെയും ശക്തീകരിച്ച് അവരുടെ സ്വത്വം എന്താണെന്ന് തിരിച്ചറിയാനും കൂടിയുള്ള കുടിവരവാണ്. അതുകൊണ്ട് സമുദായം വിഭാഗീയതയോ സങ്കുചിതത്വമോ വംശീയപരമായ കാര്യങ്ങളോ അല്ല മനസ്സിൽ കരുതുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. സമുദായം എന്ന പദം നിർവചനത്തേക്കാൾ വിവരണത്തിന് വഴങ്ങുന്ന ഒന്നാണ്. സമുദായ ശക്തീകരണത്തിൽ അധികാര, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ആത്മീയ മാനങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. കേരളത്തിൽ വിവിധ സമുദായങ്ങളും അവരുടെ ശക്തീകരണ പ്രവർത്തനങ്ങളുമെല്ലാം നടക്കുന്നതും നമുക്കറിയാം. വ്യക്തിപരമോ സംഘാതപരമോ ആയ നിർണായക തീരുമാനങ്ങൾ വിവിധ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി എടുക്കുവാനുള്ള കഴിവ്, തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതിനാവശ്യമായ വിവര സാങ്കേതിക വിദ്യാഭ്യാസം, സ്വന്തം തനിമയും വ്യക്തിത്വവും ഉറപ്പിച്ചു നിർത്താനുള്ള ആർജവത്വം, കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള തുറന്ന മനസ്സ്, സാമൂഹികവും വ്യക്തിപരവുമായ സാഹചര്യങ്ങളെ സ്വന്തം വളർച്ചയ്ക്കും പുരോഗതിക്കും അനുകൂലമാക്കി ഉപയോഗപ്പെടുത്തുവാനുള്ള സ്ഥിതി, ഇതര സമുദായങ്ങളും പ്രസ്ഥാനങ്ങളുമായി ആശയ സംവാദത്തിൽ ഏർപ്പെടാനുള്ള കഴിവ്, നിരന്തര പുരോഗതിയും വളർച്ചയും നേടാനുള്ള ആഗ്രഹം, സ്വാഭിമാനവും സ്വത്വവും പരിപോഷിക്കൽ, നന്മയിലുള്ള വളർച്ച തുടങ്ങിയ അനേകം കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെങ്കിൽ ശക്തീകരിക്കപ്പെടേണ്ട കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ളത്. ഓരോ സമുദായത്തിനും ശക്തീകരണം നൽകേണ്ട വിവിധ മേഖലകളുണ്ട്. കാലാകാലങ്ങളായി മനസ്സിൽ അടിഞ്ഞുകൂടിയ മുൻവിധികളും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുമെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയേണ്ട സമയമായി. സമുദായ ശാക്തീകരണത്തിൻ്റെ അടിത്തറ
ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണെന്ന് നമുക്കെല്ലാം അറിയാം. ദരിദ്രൻ്റെ കണ്ണുനീര് ഒപ്പാനുള്ള ആ ഒരു സ്ഥിതി നമുക്കുണ്ടാകണം. നമ്മളുടെ സോഷ്യൽ സർവീസ് മേഖലകളിലെ പ്രയത്നങ്ങളും ഹോംബാല പ്രസ്ഥാനങ്ങളുമെല്ലാം ഇത്തരത്തിലുള്ള ആഭിമുഖ്യത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിവുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയാണ്, അറിവിൻ്റെ മേഖലയാണ് ശക്തീകരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരു ഘടകം. നമ്മുടെ കോളേജുകളും ആ കോളേജുകളുടെ ലക്ഷ്യങ്ങളും എല്ലാം ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. സമുദായ ശക്തീകരണത്തിന് ക്രൈസ്തവ കലകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മാർഗംകളി പോലെയുള്ള കാര്യങ്ങൾ വിട്ടുകളയരുത്. ഈ നാളുകളിലെല്ലാം മാർഗംകളി കൂടുതൽ യുവതികൾ ഏറ്റെടുക്കുന്നതായിട്ട് വ്യത്യസ്ത സ്റ്റേജുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. യുവാക്കന്മാർ, ആൺകുട്ടികൾ അതിലേക്ക് വരികയും അവരുടെ ഒരു ആവേശമായിട്ട് അതിനെ എടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതര ക്രൈസ്തവ കലകളിലേക്കും പ്രവേശിക്കാനുള്ള ഒരു മാർഗം സ്വാഭാവികമായിട്ട് കണ്ടെത്താൻ കഴിയുന്നത്. തങ്ങളിൽ ഒരുവനും സമൂഹത്തിൽ വഴിമുട്ടി പോകരുത് എന്നതാണ് സമുദായത്തിന് സ്വീകരിക്കാവുന്ന നിലപാട്. അതിന് ഓരോരുത്തരുടെയും സന്മനസ്സാണ് മൂലധനം. ഒന്നിച്ചാൽ നമ്മൾ നിൽക്കും, അല്ലെങ്കിൽ നിലനിൽക്കും. ഭിന്നിച്ചാൽ നാം നശിക്കും. ഐദർ വി സ്വിം ടുഗദർ ഓർ സിങ്ക് ടുഗദർ എന്ന് പറയാറുണ്ടല്ലോ. സമുദായമോ അതിലെ ചെറിയ കൂട്ടായ്മകളോ ഒന്നിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ഐക്യമില്ലാതെ ഭിന്നിച്ചത് മൂലം അനേകം ആകുലതകൾ പേറുന്ന ഒരു സമുദായമാണ് നമ്മൾ. സമുദായ ഐക്യം ശക്തിപ്പെടുത്തുവാൻ കുര്യാക്കോസ് എലിയാസച്ചൻ്റെ നേതൃത്വത്തിൽ 1887 ദീപിക പത്രം, നസ്രാണി ദീപിക പ്രസിദ്ധീകരിച്ചറിയാമല്ലോ. അതിൽ നിധിരിക്കൽ മണിക്കത്തനാർ പത്രാധിപരെന്ന നിലയിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 1, ഭരണാധികാരികൾക്ക് മുന്നിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പ്രതിനിധീകരിക്കുക. 2, ജനങ്ങളുടെ അനുഷേധ്യമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. 3, സത്യത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുകയും കേരളത്തിൽ വേർപിരിഞ്ഞ ക്രൈസ്തവ സഹോദരങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയ ലക്ഷ്യത്തോടു കൂടിയാണ് മണിക്കത്തനാർ ഈ പത്രം ആരംഭിച്ചത്. അതിൻ്റെ ആദ്യ എഡിറ്റോറിയലിൽ അദ്ദേഹം എഴുതി, സത്യപ്രകാശമിതം ശുഭവൃത്ത പത്രം. നല്ല വൃത്താന്തം പത്രത്തിൻ്റെ ലക്ഷ്യം സത്യത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ്. നല്ല വൃത്താന്തങ്ങൾ പറയുന്ന പത്രത്തിൻ്റെ ലക്ഷ്യം സത്യത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ്. ആദ്യ പേര് നസ്രാണി ദീപിക എന്നായിരുന്നല്ലോ. ദീപിക സത്യത്തിൻ്റെ പ്രകാശഭാവമാണ്. സത്യത്തിൻ്റെ അച്ചുകൾ നിരത്തിയ പത്രമാണിത്. ദീപികയുടെ അടിവേരുകൾ വായനക്കാരിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട്. നസ്രാണി എന്ന ഉപസർഗം മുമ്പേ ചേർത്തത് നമ്മുടെ നിലനിൽപ്പിനും ശക്തീകരണത്തിനും പരസ്പര ബഹുമാനത്തിനും വേണ്ടിയായിരുന്നു. എന്നാൽ കലാകാലങ്ങളിൽ അതിൽ നിന്നെല്ലാം നമ്മൾ കുറേയെല്ലാം പുറകോട്ട് പോയിട്ടുണ്ട്. ഒരു ക്രൈസ്തവ ആധ്യാത്മിക ജീവിത ശൈലിയാണ് നസ്രാണിത്വം എന്ന് പറയുന്നത്. അത് സിനഡലാണ്, റിപ്പബ്ലിക്കനാണ്, ഡെമോക്രാറ്റിക്കാണ്. ഇവിടെ വന്ന മിഷണറിമാരൊക്കെ പറഞ്ഞല്ലോ, ഭാരതത്തിലെ നസ്രാണികളുടെ ഇടയിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണക്രമമുണ്ട്. അച്ഛന്മാർ, കത്തനാരന്മാർ, കുടുംബനാഥന്മാരെ കേട്ടും കണ്ടും ആലോചിച്ചും ഇടവക ഭരിക്കുന്നു എന്ന വിശദീകരണവും അവർ കൊടുത്തു. നമുക്ക് കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, പൊതുയോഗം ഇതെല്ലാം ഉണ്ട്. തിരക്കേടില്ലാത്ത വിധത്തിൽ നമ്മുടെ രൂപതയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും അതെല്ലാം കുറേ കൂടെ ആക്റ്റീവായിട്ട് വരേണ്ടതുണ്ട്. ഈ സമുദായം ശക്തീകരിക്കപ്പെടണമെങ്കിൽ ഓരോ അച്ഛൻ്റെയും കൂട്ടത്തിലുള്ള സംഘടനാപരമായ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പുനർജനിക്കണം. അപ്പോഴാണ് സംഘടനകളിലൂടെയാണ്, കൈക്കാരന്മാരിലൂടെയാണ്, കമ്മിറ്റിക്കാരിലൂടെയാണ് ഈ സമുദായത്തിൻ്റെ ഉത്തമാംശം സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നത്. ദാവീദ് രാജാവായിരുന്നപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടിയായിരുന്നു ദാവീദിൻ്റെ രാജ്യം. ഈശോയുടെ രാജ്യം ലോകം മുഴുവനും വേണ്ടിയാണ്.
ഓരോ ക്രിസ്ത്യാനിയും മിഷണറിയാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും സുവിശേഷവൽക്കരണത്തിൻ്റെ സജീവ പ്രവർത്തകനാകണം. വിശ്വാസികൾ സ്വീകർത്താക്കൾ മാത്രമല്ല, പങ്കിട്ട തിരയലും തിരുത്തലും തീരുമാനങ്ങളുമാണ് സമുദായ ശക്തീകരണമെന്ന് ഓരോ അച്ഛനും എല്ലാ അച്ഛന്മാരും ഒന്നുകൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരസ്പരം ശ്രമിക്കുകയും ഒരുമിച്ച് തീരുമാനിക്കുകയും ഒരുമിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ സമുദായം ശക്തിപ്പെടും. പാസ്റ്ററൽ കെയറിൻ്റെ ഗുണനിലവാരം ഇനിയും ഉയരേണ്ടതുണ്ട്. ഐക്യദാർഢ്യമുള്ള സമുദായത്തോടുള്ള ആ ഒരു ജീവിതത്തിലെ നമുക്ക് ഡയലോഗുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. സ്നേഹത്തിൽ ഐക്യപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത് നാം വളരാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ വളർത്താൻ വേണ്ടിയാണ്. സമുദായത്തിൽ ആർക്കും ന്യൂട്രലായിട്ട് ജീവിക്കാൻ സാധ്യമല്ല. ഈ കത്തീഡ്രലിൻ്റെ നമ്മുടെ പൂർവികർ എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് ഇന്ന് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സംരക്ഷിച്ചത്. നമ്മൾ കുറേ കൂടെ ക്രിയേറ്റീവാകണം, കളർഫുള്ളാകണം. ക്രിയേറ്റീവും കളർഫുള്ളുമാകേണ്ടത് നമ്മുടെ സഭയുടെയും സമുദായത്തിൻ്റെയും മൂല്യങ്ങളിലാണ്. പ്രോ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് എല്ലാവരിലും ഉണ്ടാകണം. വലിയൊരു സംഘം സിസ്റ്റേഴ്സ് നമുക്കുണ്ട്. അവർ നടത്തിയ ഹോം മിഷനായിരുന്നു ഈ രൂപതയുടെ ഏറ്റവും വലിയ ഉണർവ് എന്ന് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു സഹകരണം ആ കാര്യത്തിൽ തടത്തലച്ചനും മറ്റ് ജലാളച്ചന്മാർക്കും നിങ്ങൾ നൽകിയത് ഞാൻ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ സ്നേഹത്തിലുള്ള വളർച്ചയ്ക്ക് കണക്കില്ല. ചില ജീവികൾക്ക് വിഭജിച്ചുകൊണ്ട് വളരാൻ സാധ്യമാകുകയുള്ളൂ. അതിലൊന്നാണ് അമീബ. അമീബ ഒരു പ്രത്യേക സമയമാകുമ്പോൾ ആ നിമിഷത്തിലത് പിളരുകയാണ്. 2 ആയിട്ട് 4 ആയിട്ട് 8 ആയിട്ട് അങ്ങനെ പിളർന്നാലേ അതിന് ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. നമ്മളെ കുടുംബങ്ങളും അങ്ങനെയായിരുന്നല്ലോ, കൂട്ടുകുടുംബങ്ങളായിരുന്നു. ധാരാളം കുട്ടികളുണ്ടായിരുന്നു. കല്യാണം കഴിച്ച് മാറി താമസിക്കുമ്പോൾ അവരുടെ എല്ലാം പിടിവാശി ഞാൻ എൻ്റെ അപ്പൻ്റെ പേരിൽ, എൻ്റെ വീട്ടുപേരിൽ, ഞാൻ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടണം എന്നതാണ്. അതാണ് നസ്രാണിത്വം, അതാണ് അഭിമാനം. എവിടെ പോയാലും എൻ്റെ പേര്, എൻ്റെ വീട്ടുപേര്, എൻ്റെ അപ്പൻ്റെ പേര്. അതാണല്ലോ സാംസ്കാരിക ഫോറങ്ങളിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലും ഒക്കെ നമ്മൾ കാണുന്നത്. അതാണ് അവർ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് എല്ലാ മേഖലകളിലും നമുക്ക് വ്യക്തമാണ്. കാർഷിക മേഖലയിലും നമുക്ക് വലിയ രീതിയിൽ മുന്നേറാനായിട്ട് സാധിച്ചു. എങ്കിലും അധ്വാനവർഗം എന്നുള്ള ആ ഒരു പ്രയോഗം ഇപ്പോൾ കർഷകർക്ക് കൊടുക്കാൻ എളുപ്പമല്ലാത്ത രീതിയിൽ കൃഷിയിൽ നിന്ന് പലരും മടങ്ങുന്നു എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. രൂപത അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. AKCC അച്ഛൻ നടത്തിയ അടുക്കളത്തോട്ടം തന്നെ ഒരു വിപ്ലവമായിരുന്നു. അതൊരു വലിയ സംസാര വിഷയമാണ്. സോഷ്യൽ സർവീസിൻ്റെ കെയർ ഓഫിൽ ശാസ്ത്രീയ കൃഷി പരിശീലനത്തിന് വേണ്ടി നമ്മളുടെ രൂപതയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ ആ വലിയ സെൻറ്റർ 5 ഏക്കർ സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തല്ലോ. അതെല്ലാം നമുക്ക് കൂടുതൽ ഈ മേഖലകളിലേക്ക് ഇറങ്ങാനും നസ്രാണിത്വം വളർന്ന ഒരു വഴി കൃഷിയായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി നമ്മെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഈനാസിച്ചന് ഈ അടുത്ത നാളിലൊരു പുസ്തകം എഴുതി. പഴമയിലെ പുതുമ, ആദ്യകാല നൂറ്റാണ്ടുകളിലെ നമ്മുടെ സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിൽ ഒരു പുതുമ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് ആ പുസ്തകത്തിൽ അച്ഛൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരെയേറെ വളർന്നു എന്ന് ഒരർത്ഥത്തിൽ പറയാം. പക്ഷേ അതെല്ലാം വാട്സപ്പ് കോളുകളിലൂടെയും അതുപോലുള്ള ദൃശ്യ സംവിധാനത്തിൽ കൂടെയുമൊക്കെയാണ്. പരസ്പരം കാണാനുള്ള സാഹചര്യം ഇല്ലാത്തപ്പോൾ എഴുത്തുകളിലൂടെ നമ്മൾ അനുഭവിച്ച ആ ഊഷ്മളത ഇന്ന് വാട്സപ്പ് കോളിലൂടെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഡിജിറ്റലൈസേഷനും സോഷ്യൽ മീഡിയയും പുതിയ ഒരു ഒരുമയെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും ഒറ്റപ്പെടലുകൾ അവിടെ വളരെയേറെയുണ്ട്. ഒറ്റപ്പെടലുകളിലൂടെ ഒരു ലോൺലിനെസ് എപ്പിഡമിക്സ് വളർന്നു വരുന്നു എന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യവും നമ്മൾ മറന്നു കളയരുത്.
ശക്തീകരിക്കപ്പെടേണ്ടതിന് എല്ലായ്പ്പോഴും ബന്ധങ്ങൾ സ്ഥാപിക്കണം. വരുന്നവരെ സ്വീകരിക്കുക എന്ന സംസ്കാരം എപ്പോഴും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള വളർച്ചയാണ്. നമ്മളുടെ വീടുകൾക്കൊക്കെ തിണ്ണയുള്ള വീടുകളായിരുന്നു. നീണ്ട ഒരു തിണ്ണ, അതിൽ ആര് പോയാലും അവിടെ വിളിച്ച് കയറ്റി ഇരുത്തി വർത്തമാനമൊക്കെ പറഞ്ഞ് മോരും വെള്ളവും കൊടുത്ത് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ സഭൈക്യവും സമുദായ ഐക്യവും നമ്മുടെ തിണ്ണയിൽ വളർത്തിയ ഒരു വലിയ സംഘമാണ് പല നസ്രാണികൾ എന്ന് നമ്മൾ മനസ്സിൽ കുറിച്ചിടണം. നമുക്ക് സുവിശേഷത്തിൻ്റെ ഗുണമേന്മകൾ നഷ്ടപ്പെട്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ വീടുകളിലെ പ്രാർത്ഥനയും മാതാപിതാക്കളോടുള്ള ബന്ധവുമൊക്കെ തരക്കേടില്ലാത്ത വിധത്തിൽ നമ്മൾ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ ശുശ്രൂഷകരെ എന്തുകൊണ്ടാണ് ദൈവജനം ദേവാലയ ശുശ്രൂഷകളെ കപ്പ്യാരച്ഛൻ എന്ന് വിളിക്കുന്നത്? അച്ഛൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കപ്പ്യാരച്ഛന്മാർ വലിയ ശുശ്രൂഷകൾ ഈ രൂപതയ്ക്ക് ചെയ്തിട്ടുണ്ട്. നിരവധിയായ ദൈവവിളി വൈദിക വൃത്തിയിലേക്ക് കപ്പ്യാർ ചേട്ടന്മാരിൽ നിന്നുണ്ടായത് എനിക്ക് വ്യക്തിപരമായിട്ടറിയാവുന്ന കാര്യമാണ്. അവരെ കണ്ടും അവർ മദ്ബഹായിൽ നിൽക്കുന്നതും പതിറ്റാണ്ടുകൾ കണ്ട ഒരു കുട്ടിക്ക് ആ ഒരു വിളി സ്വീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം അവരാണ്. അതുപോലെ നമ്മുടെ ദേവാലയത്തിൻ്റെ പറമ്പിൽ ദേവാലയം ശുദ്ധീകരിക്കുന്നതിൽ സ്കൂളുകളിൽ പിയൂൺമാരായിട്ടെല്ലാം നിരവധിയായ ആളുകൾ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ പ്ലാറ്റിനം ജൂബിലി സമാപന പാസ്റ്റൽ ലെറ്ററിൽ പറഞ്ഞിരുന്നു, പതിറ്റാണ്ടുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്ത കപ്പ്യാരന്മാരുടെയും അല്ലെങ്കിൽ കുഴിവെട്ടുകാരുടെയും കണക്കന്മാരുടെയും ഒക്കെ ഒരു ചെറിയ ഫോട്ടോ നമ്മുടെ സങ്കീർത്തിയിലെങ്കിലും വയ്ക്കാൻ മാത്രം നമ്മൾ വളരണം. അവരെ മറന്നു കളയരുത്. അവരാണ് നമ്മളെ വളർത്തിയത്. പാലാരൂപതയുടെ ദേവാലയങ്ങളെ വിശുദ്ധിയിലേക്കും വൃത്തിയിലേക്കും നയിച്ചവരിൽ അവർക്ക് വലിയ പങ്കുണ്ട് എന്ന് ഞാൻ ആവർത്തിക്കുകയാണിവിടെ. നമ്മൾ വളരെ സംഘടിതമായ രീതിയിൽ വളരുന്നുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഓട്ടോണമസ് പദവിയിലാണ്. സെൻറ്റ് തോമസും അതെ, പ്രവളങ്ങാട് കോളേജും അതെ. എഞ്ചിനീയറിംഗ് കോളേജിൽ ഐഡിയ ലാബും ഇൻക്യുബേഷൻ സെൻറ്ററുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചു. മെഡിസിറ്റിയിൽ റോബോട്ടിക് സർജറി എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വളരെയേറെ മേഖലകളിൽ ക്രിയേറ്റീവായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വർത്തമാനങ്ങളിൽ വളരെ ചെറുതെന്ന് നമ്മൾ തോന്നുന്ന ആളുകൾ നമ്മളെ സന്ദർശിക്കുമ്പോൾ അവരിലൂടെയാണ് നമ്മുടെ സമുദായം വളരുന്നത്, നമ്മളും വളരുന്നത്. അങ്ങനെ ക്രിയേറ്റീവായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ധാരാളം പേര് വിശുദ്ധ ഗ്രന്ഥം സ്വന്തം കൈപ്പടയിൽ എഴുതുന്നുണ്ട്. ആദ്യകാല ബൈബിളെല്ലാം സ്ക്രൈബ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ അങ്ങനെ ആയിരുന്നല്ലോ, എഴുതുന്നവർ. പിന്നെ ഫോട്ടോ കോപ്പിയും മറ്റ് സംവിധാനങ്ങളുമെല്ലാം വന്നപ്പോൾ അത് അപ്രത്യക്ഷമായത് കുറേയെങ്കിലും നമ്മളുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ്, ബൈബിൾ അപ്പോസ്റ്റലേറ്റ് വഴിയൊക്കെ നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ബൈബിൾ എഴുതിയ നിരവധിയായ കുടുംബങ്ങളുടെ വ്യക്തികൾ നമുക്കുണ്ട്. എന്തു വലിയ ഒരു കൾച്ചറാണത്. അതാണ് നമ്മുടെ യഹൂദ പാരമ്പര്യം അല്ലെങ്കിൽ നസ്രാണിത്വം എന്നത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. എൻ്റെ സമയം തീർന്നു, ഞാനതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും വളരേണ്ടതും വളർത്തേണ്ടതുമായ നിരവധി മേഖലകളുണ്ട്. നമ്മൾ യുദ്ധഭീഷണിയിലാണ്. ആയുധങ്ങളെക്കാൾ നമുക്ക് സംരക്ഷണം തരുന്നത് ആത്മീയ ധീരതയാണ് എന്ന് പരിശുദ്ധ ലേയോ മാർപ്പാപ്പ നമ്മെ പഠിപ്പിച്ച കാര്യം നമ്മൾ മറക്കരുത്. ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹം കൊടുക്കാനും ആ സ്നേഹത്തിൽ നമ്മുടെ സമുദായങ്ങളെ വളർത്താനും വേണ്ടിയാണ്. നിരവധിയായ സാഹിത്യകാരന്മാരുടെ കേന്ദ്രമാണ് പാലായ. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലെ ചുരുക്കം ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളുടെ മുമ്പിൽ നമ്മൾ എഴുതി വെക്കണം. വർത്തമാന പുസ്തകത്തിൽ നിന്ന്, മേരി വെനീജ കവിതകളിൽ നിന്ന്, പ്രവിധാനം ദിവ്യസാറിൻ്റെ പുസ്തകത്തിൽ നിന്ന്, കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ പുസ്തകത്തിൽ നിന്ന്, കുഞ്ഞച്ചൻ്റെ വാക്കുകൾ, നമ്മളുടെ ധന്യനായ മത്തായിച്ചൻ്റെ വാക്കുകൾ, കൊളയത്താമ്മയുടെ വാക്കുകൾ, ബ്രൂണോച്ചൻ്റെ വാക്കുകൾ, അൽഫോൻസാമ്മയുടെ മൊഴികൾ, നിധീരിക്കൽ മാണിക്യത്തിനാരുടെ ടെക്സ്റ്റൊക്കെ നമ്മൾ കുട്ടികളൊന്ന് പരിചയപ്പെടട്ടെ. അതിലേതെങ്കിലും ചുരുക്കം ചിലതൊക്കെ അവരൊന്ന് കണ്ടാൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്നും ഇന്ന പുസ്തകത്തിലെയാണെന്നും ഇന്ന ആളിൻ്റേതാണെന്നും, അതുപോലെ വയലിൽ പിതാവിൻ്റെ പോയറ്റിക്കലായിട്ടുള്ള എന്തുമാത്രം ഇടയലേഖനങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ
നമ്മളുടെ സമുദായത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ കണ്ടെത്തണം. കുട്ടികളെ കൊണ്ട് മിഷൻ മേഖലയിലേക്കുള്ള യാത്രകൾക്ക് വേണ്ടി മിഷൻ ലീഗിൻ്റെ ഓഫീസ് ഡയറക്ടർമാർ കൂടുതൽ ശ്രദ്ധിക്കണം. 12ാം ക്ലാസ് ജയിക്കുന്നവരോട് ഒരു ജീവിത വീക്ഷണ പ്രബന്ധം എഴുതാൻ നേരത്തെ തന്നെ സൺഡേ സ്കൂൾ സിലബസിൽപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. നല്ല ഇംഗ്ലീഷ് അധ്യാപകർ, സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തവർ, അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ നല്ല മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ്. DCMCയിൽപ്പെട്ടവർക്കായി മാത്രം മിഷൻ പ്രദേശങ്ങളിലേക്ക് തീവണ്ടി യാത്രകൾ, ട്രെയിൻ യാത്രകൾ നടത്തുന്നത് നന്നായിരിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന കുട്ടികളുടെ പേരുകൾ എഴുതി രജിസ്റ്റർ ചെയ്യുന്നതും വലിയൊരു മുന്നേറ്റമായിരിക്കും. കടനാട്ടിൽ നമുക്ക് രൂപത നേരിട്ട് നടത്തുന്ന ഒരു കെയർ ഹോമുണ്ട്. അവിടെ ഇനിയും ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിച്ചാൽ താമസിക്കാനുള്ള കൂടുതൽ സൗകര്യങ്ങളുണ്ടാകും എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ 2 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം. എനിക്ക് തന്ന സമയം കൃത്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വലിയ കൂടിവരവ് രൂപതയിൽ വലിയ ഒരു ചലനം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രൂപത കച്ചേരിയിൽ ചർച്ച ചെയ്ത് മുഖ്യ സംഘാടകനായിട്ട് ബെത്താനത്തച്ഛൻ അതിനു വേണ്ടി ഓടി നടന്നത് പ്രോട്ടോസ് സെഞ്ചുലൂസ് അച്ഛനും മറ്റ് അച്ഛന്മാരുമെല്ലാം, പണിയോടിക്കൽ അച്ഛനും ചാൻസലർ അച്ഛനും പ്രൊക്രേറ്റർ അച്ഛനും എല്ലാം അതിൻ്റെ പിന്നിൽ ഓരോ ദിവസവും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സിറിൽ തയ്യലച്ഛന് ഇതിനു വേണ്ടി ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. മലയപ്പറമ്പിലച്ഛനും ഈ സമുദായ ശക്തീകരണ നിലപാടുകളെ പ്രാദേശികമായിട്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ സന്ദർശനങ്ങളും മീറ്റിങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളുടെ 7 സുറിയാനി സഭകളിലെയും മേലധ്യക്ഷന്മാരും അൽമായരും അവരുടെ വൈദിക സമിതിയിലെ അംഗങ്ങളുമെല്ലാം പാലായിൽ അരമനയിൽ നിരവധിയായ തവണ ഒന്നിച്ചു എന്ന കാര്യവും സമുദായ ശക്തീകരണത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ ഇത്തരം കൂടിവരവുകൾ നമുക്ക് ശക്തിയും ആത്മീയ വീര്യവും നൽകണം. പരമപ്രധാനമായ ഒരു കാര്യമാണ്. പഴയകൂറും പുത്തൻകൂറും ഒന്നായാൽ മാത്രം പോരാ. തെക്കരും വടക്കരും, പഴയ ക്രിസ്ത്യാനികളും പുതിയ ക്രിസ്ത്യാനികളും, അച്ഛന്മാരും അൽമായരും എല്ലാവരും ഒന്നാകണം. അവിടെയാണ് സമുദായം വളരുന്നത്. നമ്മളുടെ അൽമായരെ ഇനിയും നമ്മുടെ അച്ഛന്മാർ നമ്മൾ കൂടുതലായിട്ട് വളർത്തേണ്ടതുണ്ട്. പ്രവാസികളും നാട്ടുകാരും മലയാളികളും മിഷൻ പ്രദേശത്ത് താമസിക്കുന്നവരുമെല്ലാം ഒന്നാകണം. എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കുന്ന ഒരു വലയായിട്ട് പാലാ മാറണം. പാലായ്ക്ക് അതിനുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. പാലായ്ക്ക് അതിനുള്ള കഴമ്പുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഒന്നിലേക്ക് യൂണിവേഴ്സൽ എന്ന് നമ്മൾ പറയുമ്പോൾ സാർവത്രികമായി പോയി എന്നുള്ളതല്ല, യൂണിവേഴ്സൽ, ഒറ്റ ഒന്നിലേക്ക് എല്ലാം വരികയാണ്. ഈശോ ശിഷ്യന്മാരെ സ്കാറ്റർ ചെയ്തത്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിട്ടത് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയാണ്. ആ സ്കാറ്ററിങ്ങിലൂടെ ഈശോ ഗ്യാദറിങ് നടത്തുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. കുർബാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ശക്തീകരിക്കപ്പെട്ടവരായിട്ട് എപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വേർപിരിഞ്ഞവർ എവിടെ നിന്നാണോ വേർപെട്ടത് ആ വേരുകളിലേക്ക് മടങ്ങി വരണം. ആരുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവർ മടക്കയാത്ര ഉറവിടങ്ങളെ അന്വേഷിച്ച് നമ്മൾ നടത്തുമ്പോഴാണ് നമ്മുടെ സമുദായം ശക്തീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ നമുക്കെല്ലാവർക്കും വലിയൊരു ഉണർവിൻ്റെ, നല്ലൊരു പ്രാക്ടിക്കൽ സിനഡാലിറ്റിയുടെ ഒരവസരമാകട്ടെ. ഇത് ഭാവി എന്താണെന്ന് കാണാനുള്ളൊരു അവസരമാകട്ടെ. ഒരു ഫൊർഗോട്ടൻ പാല ഉണ്ടാകരുത്. പാലായെ നമ്മൾ തന്നെ മറന്നു കളയരുത്. ധാരാളം കാര്യങ്ങൾ ഇനിയും സഭയുടെയും സമുദായത്തിൻ്റെയും വിശാല സമൂഹത്തിൻ്റെയും നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള പഠനങ്ങളുടെ തീവ്രമായ പ്രായോഗിക കാര്യത്തിലേക്ക് ഇറങ്ങാനുള്ള അവസരമാകട്ടെ. നമ്മുടെ ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി നിരന്തരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് അനുകൂലമായിട്ടല്ല വന്നത്. അത് രാജ്യത്തിലെ പരമോന്നത കോടതിയുടെ തീരുമാനമായതുകൊണ്ട് ഞാൻ പൊതുവേദിയിൽ അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ വലിയ ദുഃഖമുണ്ട്. നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുത്തി
ആനുകൂല്യങ്ങൾ നൽകണം എന്ന് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നമുക്ക് ദൈവത്തിൻ്റെ നീതിക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ രൂപതയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ദളിത് ക്രൈസ്തവരാണെന്നും നമുക്ക് അറിയാമല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ വലിയ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നിർലോഭമായ സഹകരണവും അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മുടക്കുമെല്ലാം ഇതിനകത്തുണ്ട്. അച്ഛനതിൽ വലിയ സന്തോഷം കാണിച്ചു. അച്ഛൻ്റെ കൊച്ചച്ഛന്മാർ, വൈക്കാരന്മാർ, പിന്നെ നമ്മുടെ ഈ കൊറോണയിലെ ഏറ്റവും വലിയ സമ്മേളനം ഇതായിരുന്നല്ലോ, വലിയ കൊറോണകളുടെ. അവിടുത്തെ കൊറോണ വികാരിച്ചന്മാർ നമ്മുടെ സ്റ്റേജിലുണ്ട്, മറ്റച്ഛന്മാർ നമ്മുടെ സദസ്സിലുണ്ട്. അൽമായർ ധാരാളം പേര് നിങ്ങൾ പറഞ്ഞതിനേക്കാളെല്ലാം അൽമായർ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ സ്ലിഹായോട് പരിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനകൾ യാചിക്കാം. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.